എന്റെ ചോദ്യം ഇതാണ്. ഒന്ന് അതായത് HMTയുടേതടക്കം പാട്ടവ്യവസ്ഥകൾ ലംഘിച്ച ഭൂമികൾ തിരിച്ചുപിടിച്ച ഒരുപാട് തെളിവുകൾ കേരളത്തിനുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഭൂമി കൈമാറി പാട്ടത്തിന് നൽകിയ ആൾക്ക് അതിന് വിൽപ്പന കരാർ കിട്ടുന്നു? അതിൽ ഒന്ന് അഴിമതിയില്ലേ? അതിൽ അന്വേഷണത്തിന്റെ എലമെന്റുകൾ വേണ്ടേ? അതിൽ അന്വേഷണം വേണ്ടേ? ആ എലമെന്റുകൾ പുറത്തു വരാൻ അന്വേഷണം വേണ്ടേ? ഇനി ഇതൊക്കെ കള്ളമാണെങ്കിൽ ഇതുപോലെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമല്ലോ. കൈരളിക്ക് നല്ല നമസ്കാരം പറയുകയല്ലോ രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ടത്. അത് പറയൂ, അതിനുത്തരം പറയൂ. ജഗദീഷ് എന്നൊരു ഫ്രോഡ്, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങുന്ന ഒരു ഫ്രോഡ്, അവനെ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കമ്പയർ ചെയ്യുന്നത്. ഇയാളുടെ ജേർണലിസ്റ്റിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? ഇദ്ദേഹം എത്ര വർഷം അദ്ദേഹം അതൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ നിലവിലുള്ള വസ്തുതയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഒരു ആരോപണം പറഞ്ഞു എന്നേ ഉള്ളൂ. അതിപ്പോ പ്രധാനമന്ത്രി ആയാലും ആർക്കെതിരെ ആയാലും ഉള്ള വസ്തുത പറയുന്നതിന് എന്താണ്? ഇപ്പോ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ വിവരം, ആ യൂണിവേഴ്സിറ്റിയുടെ വിവരം, അതൊന്നും ഇത്തരം ഈ RTIയിൽ വരുന്നതല്ല എന്ന രീതിയിൽ ഉത്തരം ലഭിച്ച വസ്തുത ഉണ്ടല്ലോ. അതുകൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും അല്ലെന്നേ ഇവിടുത്തെ വിഷയം ഞാൻ ചോദിച്ചതാണ്. എങ്ങനെയാണ് ഒരാൾക്ക് പാട്ടഭൂമിയായി ലഭിക്കുന്ന ഇൻഡസ്ട്രിയൽ പർപ്പസിന്, വ്യവസായ സംരംഭത്തിന് ലഭിക്കുന്ന ഭൂമി എങ്ങനെയാണ് വിൽപ്പന ചെയ്യാനാകുന്നത്? ഒന്ന്. രണ്ട്, ഇത് തെറ്റാണെങ്കിൽ എന്താണ് രാജീവ് ചന്ദ്രശേഖർ കൈരളി ന്യൂസിന് നല്ല നമസ്കാരം പറയാതെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത്? എന്താണ് മിഥുൻ? അത് പറയൂ. ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖർ BPL ഡയറക്ടറാണോ? ഡയറക്ടർ റിപ്പോർട്ട് വിട്ട് എത്ര കാര്യമായി? ഇതൊന്നും അന്വേഷിക്കാതെ, ഇതൊന്നും അറിയാതെ ഒരു ചർച്ച നടത്തുക, അതിൽ കുറച്ച് ആളുകൾ വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അപമാനിക്കുക, ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയ കാര്യമാണോ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി അതേ നാളെ കിട്ടും. അത് ആരായാലും കുഴപ്പമില്ല കേട്ടോ. വലിയ ആളുകളൊന്നും വിടല്ല. അതായത് അഡ്വക്കേറ്റ് K. സരൺകുമാർ, അതായത് അദ്ദേഹം ഒരു മോഡി ഫാൻ കൂടിയാണ്. അപ്പൊ മോദിക്കെതിരെ പറഞ്ഞതുകൊണ്ടുള്ള വേദനയാണ് അദ്ദേഹം കാണിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വസ്തുതകൾക്ക് അഡ്വക്കേറ്റ് K. സരൺകുമാർ ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്ന വസ്തുതകൾക്ക് മുമ്പിൽ റദ്ദാകുന്നതാണ്. ആ വസ്തുതകൾ റദ്ദാകുന്നതാണോ ഇവർ ഉന്നയിക്കുന്ന പ്രത്യാരോപണങ്ങൾ? ഏതെങ്കിലും തരത്തിൽ ഈ ഉയരുന്ന വസ്തുതകളെ റദ്ദാക്കണോ അഡ്വക്കേറ്റ് K. സരൺകുമാർ? അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വലിച്ചയച്ചു കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കേണ്ട ആളൊന്നല്ല ഞാൻ. ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ്. നമുക്കറിയാം, പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ താങ്കളുടെ സമയത്ത് അദ്ദേഹം വേണ്ടിയിട്ടില്ല. അദ്ദേഹം പറയട്ടെ. കാരണം അതൊരു കുതന്ത്രമാണ് പറയുന്നത് കേൾക്കാതിരിക്കാൻ. വസ്തുതാപരമായിട്ട് നേരിടാനും സത്യമുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായിട്ട് അവസരം കൊടുക്കുകയും വേണം. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഏതെങ്കിലും ആരോപണം വരുമ്പോഴേക്കും ഓടി ഒളിച്ച് പോകേണ്ടവരല്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് നല്ല തൊലിക്കട്ടിയുള്ളവരായിരിക്കണം നേതാക്കന്മാർ. കാരണം ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൈരളിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനൽ ഇതുമായി രംഗത്ത് വന്നു, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. അല്ല, വസ്തുത ഇതാണ്, ഞങ്ങൾ ഏറ്റിരിക്കുന്ന കരാർ, ഈ ബോർഡുമായിട്ടുള്ള കരാർ ഇന്നതാണ്, ആ കരാർ പ്രകാരം ഇത്ര വർഷം എത്തുമ്പോൾ ഞങ്ങൾക്ക് ഇത് വിൽക്കാനുള്ള അനുവാദം ഉണ്ടെങ്കിൽ അത് പറയാം. കൃത്യമായി സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു BJPയുടെ സംസ്ഥാന നേതാക്കന്മാരോ അഖിലേന്ത്യാ നേതാക്കന്മാരോ രംഗത്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ BPL കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആരും രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് വസ്തുതകൾ കൃത്യമായി വ്യക്തമാക്കുന്നത് ഈ കംപ്ലൈന്റിൽ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരൊക്കെയോ ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നു, ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് സത്യം അന്വേഷിക്കട്ടെ, കൃത്യമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്യട്ടെ, അതുപോലെ കോടതിയുടെ തന്നെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കട്ടെ. ചതിക്കപ്പെട്ട കർഷകർ, ചതിക്കപ്പെട്ട കർണാടകത്തിലെ ബോർഡ്, അതിന് കൂട്ടുനിന്ന മന്ത്രിമാർ, വകുപ്പുകൾ, ഇവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരട്ടെ. രാജീവ് ചന്ദ്രശേഖർ സ്വയം ഇത് തെറ്റാണ്, ഈ ആരോപണം വ്യാജമാണെങ്കിൽ ഇവിടെ വെല്ലുവിളി നടത്തി വരികയല്ല വേണ്ടത്, അതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള തെളിവുകൾ ഹാജരാക്കിയാണ് വേണ്ടത്. ഒരാൾ പോലും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാന BJP നേതൃത്വത്തിലെയോ കേന്ദ്ര BJP നേതൃത്വത്തിലെയോ രംഗത്ത് വന്നിട്ടില്ല. കൈരളി ഈ കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ട് ഏകദേശം ഒരാഴ്ചയാവാറായി. അതുകൊണ്ട് ആരും രംഗത്ത് വന്നില്ല എന്നുള്ളത് ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും പ്രത്യേക അന്വേഷണ ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തട്ടെ. തീർച്ചയായും വിരളി പിടിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനകത്ത് ഒരു സംസ്ഥാന BJP നേതാവ് പോലും പ്രതിരോധത്തിനായി രംഗത്തെത്തിയിട്ടില്ല. മാത്രമല്ല
ഇവിടെ ഉയരുന്നത് വസ്തുതാവിരുദ്ധമാണെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനുള്ള വകുപ്പുകളുണ്ട്, അത് ചെയ്യുന്നില്ല. മാത്രമല്ല ഇത് വാർത്ത പുറത്തു കൊണ്ടുവന്ന കൈരളി ന്യൂസിന് നല്ല നമസ്കാരം പറഞ്ഞ് ആക്ഷേപം ചൊരിയാനായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത് BJPയുടെ സഹയാത്രികരടക്കം മുമ്പോട്ട് വെക്കുന്ന ഒരു വാദങ്ങളും ഇതിൽ ഉയർന്നു വന്ന വസ്തുതയെ റദ്ദാക്കുന്നതല്ല ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ.